കുട്ടിയൊക്കെ മേടിച്ച് ഞാനെന്ത് മേടിച്ച് ഒറ്റക്ക് തുറന്ന് അതിലൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല കേട്ടാ. കഴിഞ്ഞോ? നമ്മളെവിടെ എത്തി? നമ്മള് അതായത് പണ്ടൊക്കെ എന്താ ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്കിൽ കണ്ട സ്ഥലത്തെത്തി. കാണിച്ചു കൊടുക്കേ അല്ലേ? ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിൽ ഈ സ്ഥലമാണല്ലേ? സ്ഥലമാണ്. അതായത് ബാലിയിലെ മെയിൻ സ്പോട്ടാണ്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ബുക്കിൽ ഇങ്ങനെ പഠിക്കുമ്പോ കണ്ട സാധനങ്ങളാണ് നേരിട്ട് കാണാൻ പറ്റി. അപ്പൊ വിചാരിച്ചു ഇവിടക്കൊക്കെ എത്തിപ്പെടുന്നു. നമുക്ക് താഴൊക്കെ പോട്ടോ, ഇതിലെ സ്റ്റെപ്പ് ഉണ്ട്. പുതിയ എന്തോ വരുന്നുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി 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 ബീച്ചിലും പോവാം. നോക്കൂ, ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസം തോന്നും. പക്ഷെ അവിടെ നല്ല വേവ്സ് എല്ലാം വരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേ അടിക്ക് ഇറങ്ങാൻ പറ്റും. അടിക്ക് ഇറങ്ങാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേ ഏറ്റവും അടിക്ക് ഇറങ്ങി. ഏറ്റവും അടിക്ക് ഇറങ്ങിയിട്ടേ നമ്മൾ ഇതിന്ന് കുളിച്ചാല് ആ വേവ്സില് നമ്മളങ്ങോട്ട് പോയി, വേവ്സിൽ കുടുങ്ങിപ്പോയി. എന്നിട്ട് ഇങ്ങനെ കടന്ന് റോൾ ചെയ്ത് വേവ് അടിക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇറങ്ങിയ റോളാവും. നമ്മള് ബീച്ചിൽ കുളിക്കാൻ ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് വേവ്സ് ആണ്. അല്ല, ഇപ്പൊ ഇറങ്ങാൻ പറ്റും. അവിടെ ഇറങ്ങാലോ, ആൾക്കാരൊന്നും കാണില്ല. ശരിയാണല്ലോ, പൊള്ളി വിളിക്കാം. നമ്മള് പൊള്ളിക്കും. ആരെ ഡ്രോൺ വറുത്തുണ്ട്. ഡ്രോൺ ആരെ വറുത്തുണ്ട്. ഓ, കൊരങ്ങിലെ കുട്ടികള് ഇതെടുത്താ ഞാൻ പറഞ്ഞിട്ട് സോറി. നബീലിനെ പുറത്താക്കിയോ? എന്ത് പരിപാടിയാണ്? ഒന്നെങ്കിൽ നിക്കല് മാറിക്ക് പെങ്ങളെ. നബീൽ എന്നെ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട്, എന്നെ വിളിക്കണം. അറിയില്ലെന്നാ പറ്റിച്ചോക്ക്. ഒന്നെടുത്ത് തരും മോന്തക്കുരട്ടി. പറ്റിച്ചതിനല്ല, ഇജന്റെ അടുക്ക ആക്ഷൻ കാട്ടിയില്ലേ? സോറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ. ഞാൻ എന്തേലും വാങ്ങിക്കൊടുത്തോ? ഒരു അമ്മയുടെ രോദന കേട്ടോ. സോറി. എന്റെ മോനെ ഇപ്പൊ കൊരങ്ങന്റെ അടിയിട്ട് ചാവേണ്ട അവസ്ഥയായി. കടലെടുന്ന കിട്ടുക, കടലെ കൊടുക്കുന്ന സാധനം എവിടുന്നാ? അതവിടെ മേടിക്കണോ? സാധനം മേടിക്കാൻ പറ്റും. വലിച്ചാലേ ചിലപ്പോ എന്നോട് മാന്തു പറയാ. ഇനി വേറെ കൊടുക്കാം. ഞാൻ ഒന്ന് കൊടുക്കട്ടെ നബീലെ. അപ്പൊ ഗായ്സ് നമ്മൾ താഴെ പോവാ. അഡ്വഞ്ചർ ബോസൊക്കെ ചത്തുക്കണ് കേട്ടോ. ഇനി കുറച്ച് അഡ്വഞ്ചർ മൂഡ് പിടിക്കാന്നാണ്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോന്നാ? നോട്ട്ബുക്കിൽ കണ്ടപ്പോ വിചാരിച്ചിരിക്കില്ലേ നേരിട്ട് കാണാൻ പറ്റുന്നത്. സീനാണ്. അത് ബാലി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയും, എല്ലാവരും ഫോട്ടോ എടുക്കുന്നിടത്ത് പോയിട്ട് എന്താന്ന്. പക്ഷെ അതായത് എത്രത്തോളം പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഇതൊരു ഒന്നൊന്നര സാധനം. പക്ഷെ നമ്മള് കാണേണ്ട സാധനങ്ങൾ കാണണല്ലോ. ഒരാള് ക്ലാസ്സിൽ വെള്ളം കുടിച്ചിട്ട് അത് നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കരുതെന്നില്ലല്ലോ. അതെന്ത് അർത്ഥം? അത് വേറെ ആയി പോയി. അത് കട്ട് ചെയ്തേക്കില്ല. അതല്ല, അത് കാണുന്നവര് കട്ട് ചെയ്തേക്ക്. എന്തോ കാര്യമായിട്ട് ഉദ്ദേശിച്ചു. ഞാൻ എന്താണ് ഇതിലേക്ക് അറിയാത്തത്. പക്ഷെ എന്തായാലും ഇത് കാണേണ്ടി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ അത് രണ്ടാമത്തെ തൊട്ട് അത് കാണുന്നത്. പക്ഷെ എനിക്ക് എന്നിട്ടും ഇത് അടി പോയി അവിടെയൊക്കെ പോയി പിന്നെയും കാണണം തന്നെയാണ് ആഗ്രഹം.
കടീത്ത വൈറ്റ് ബീച്ചിൽ കുളിക്കണമെന്നുണ്ട്. അതിൽ കുളിക്കും. അത്ര അനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. എല്ലാതും ഒരു ആഗ്രഹത്തിന് പുറത്തല്ലേ, ജീവിതം തന്നെ അതല്ലേ, ജീവിക്കാൻ മരിക്കാൻ അതിന്റെ അടുക്കുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ കാരണം പ്രശ്നമൊന്നുമില്ലല്ലേ ആണല്ലേ. അല്ല കേറുമ്പോ എന്നെ കുറ്റം പറയരുത്. എനിക്ക് സീനൊന്നുമില്ല മച്ചാനെ. ആൾക്കാർക്ക് നമ്മളെ കാണാനോ അതോ ബീച്ച് കാണാനോ താല്പര്യം? എനിക്കൊന്നും ബീച്ച് തന്നെ ഇതിവിടെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണിയിട്ട് നടക്കുന്നത്. അന്ന് ഇതിൻ്റെ തുടങ്ങിയന് ഞാൻ ഫസ്റ്റ് വന്നത് ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു ചെയ്യണുള്ളതിനു. പക്ഷെ ഇപ്പോൾ ഇത് ഏറെക്കുറെ മുകളിലെത്തിയുണ്ട്. അവിടെ എത്തി ഇത്രയും ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റ് ഞാൻ താഴ്ത്തുന്ന മനസ്സിലാം. ഇവിടുന്ന് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ഇട്ടില്ല. ജീവല്ലാതെ കയറി വരണം. ഓ മച്ചാനെ, മിക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. ആടോ എന്താ രസല്ലേ. മച്ചാനെ ഇത് വൻ കുത്തനെയാണല്ലോ. സീൻ സ്റ്റെപ്പുകളാണ്, ശ്രദ്ധിച്ചിട്ടോ, ശ്രദ്ധിച്ചിറങ്ങ. ഓ വെരി ടഫ്. 90 ഡിഗ്രിയിലാണ് സ്റ്റെപ്പൊക്കെ. വെരി ടഫ് ഭയ്യ ബ്രദർ, ടഫ്, വെരി ടഫ്. ഫ്രം ഇന്തോനേഷ്യ. ആ എന്നിട്ട് ആദ്യമായിട്ട് കാണണ മാതിരി ക്യാമറൊക്കെ ആ സ്റ്റെപ്പ് മൊത്തെടുത്തിട്ട് ഇവിടെ മുകളിലെത്തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അറിയും. വാവ് അസാമിങ്. എല്ലാരും ചടപ്പിച്ചാലോ എടാ നബീൽ, എല്ലാരും ചടപ്പിച്ചാലോ, ഉറക്കനെ വിളിച്ചാലോ. വാവ് അസാമിങ് വ്യൂ. ഓ അസാമിങ് വ്യൂ. അമാസി താത്ത പിന്നെ പുറത്താക്കിട്ടോ പോലെ എന്നോട് ആ ഭാഷയിൽ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇറങ്ങാനും പറ്റില്ല. അയ്യോ ആ വാ. Excuse me guys. Hi. All good? എടാ നബീലെ എവിടുക്കാ? ബോസ് ജീവല്ലാണ്ട് വരിക. മോട്ടിവേഷൻ കൊടുക്കട്ടെ ആൾക്ക് മോട്ടിവേഷൻ. യെസ് ബ്രദർ യു ക്യാൻ. കം ഓൺ ബ്രദർ, കം ഓൺ, യു ക്യാൻ. ആമ തുഴയണ പോലെ തുഴഞ്ഞു പോകണ്ടേ, നമ്മൾ അതേപോലെ കയറേണ്ടി വരും. എടാ ഒരു ഫോട്ടോ എടുക്കണല്ലോ. ഫോട്ടോ എടുക്കണം. ഇരുളിൽ മൂടിയ വഴിയല്ലേ. കാരണം അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മോൾ കയറി. എന്റെ മോനെ എപ്പോ നടക്കാൻ തുടങ്ങിയാടാ? ഫോട്ടോ എടുക്കാന്നില്ലേ? ശരിയല്ലേ. ഇനി മിക്കവരാണല്ലോ. മിക്കനോട് ഇപ്പൊ എങ്ങനെ പറയാം, നമ്മൾ അടിയുണ്ടെന്ന്. ഫോണിൽ റേഞ്ച് ഇല്ലേ? നെറ്റ്വർക്ക് ഇല്ല. അതിനടിക്ക് നടന്നു. നെറ്റ്വർക്ക് ഉണ്ട്. എത്തിട്ടാ വിളിച്ചേ? വിളിച്ച്. എന്നിട്ട് എന്താ അവനെ കാണാത്തതരെ? അറിയില്ല. നമ്മളെ വിളിച്ചിട്ടുണ്ടോ? എന്നാ അവനൊന്ന് വിളിച്ചാ. ഞാൻ ഇപ്പളെ നെറ്റ് ഓൺ ആക്കി. എന്നാ വിളി നോക്കട്ടെ. വിളിക്കാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് നടന്നേരാ. കണക്റ്റിംഗ് ആടാ. മിക്കേ മിക്കിയ എടാ മിക്കി വായോ വാ 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 വേഗമായി മിക്കിക്കൊണ്ടാ. എടാ സാധാരണ എല്ലാരും എവിടെ എത്തി നോക്കുമ്പോൾ സ്ഥലത്തിന്റെ ഫോട്ടോ അയക്കാം. ഒരുത്ത ഓന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് എവിടെ എത്തി ഫോട്ടോ. എന്താ മിക്ക എന്നെ കൊണ്ട് ചെയ്യാ? ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഈ ഒരു ആംഗിള്. പക്ഷെ എന്താന്ന് മനസ്സിലാവില്ല. വേറൊരു വ്യൂ. വേറെ വ്യൂ. ഫോക്കസിന് എന്തോ പറ്റിക്കണ. എവിടെ എവിടെ
മുങ്ങിയില്ലേ ഇപ്പൊ? അല്ല അതല്ല പൊന്തിക്കുണ്ട്. ആ എന്താ ഇവര് നേരത്തെ ഗൈസ്. ആണെന്തായി മുങ്ങിയോ? അത് മുങ്ങി. ഇവര് നേരത്തെ ആൾക്കാരാ. ഹായ്. You didn't go down? You didn't go down? Very tough, right? No, we are lazy. Oh. Being honest. ബൈ. Bye. ഓപ്പൺ ആയിട്ട് ഓപ്പണായി പറഞ്ഞു മടിയാണ് അടി പോവാൻ. തിരിച്ചു കയറുന്നല്ലേ ടഫാണോ വെച്ച്? ടഫ് അതല്ലേ. ഏശിയൊക്കെ കൈ പിടിച്ചിട്ട് നടക്കണം കേട്ടോ. എസിയോ ഫാനാണ് കയ്യില്? ഞാൻ കണ്ടില്ല. അതുകൊണ്ടൊന്നും ഞമ്മക്ക് ഈ മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. മുകളിലെത്തുമ്പോ വേർക്കരുത്. ആ ഒരു സെറ്റപ്പാണ് നമുക്ക് വേണ്ടിട്ട്. അതെ, എങ്ങനെയും വേർക്കരുത്. കൊണ്ട് പിടിച്ചണ്ട ഫാന് കയ്യോണ്ട് പിടിക്കാനല്ല, പിന്നെ ഫാൻ ഇങ്ങനെ പറന്ന് നടക്കാൻ പിന്നാലെ തലമ കെട്ടിയ ഒരു സെറ്റപ്പ് കാണും. അങ്ങനെ ഒടുവിൽ നമ്മുടെ മിക്കിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയത്തിന് ശേഷം മിക്കി എവിടെ പോയി, ഇതുവരെ എവിടെ ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അല്ലേ? മിക്കി കുറെ നേരമായില്ലേ നമ്മളെ മിക്കിയുടെ വെൽക്കം ഡാൻസ്. മിക്കിയുടെ വെൽക്കം ഡാൻസ്. മിക്കി മിസ്സായിട്ട് കുറെ നേരമായില്ലേ? ഓ ബ്രോ, മച്ചാനെ മിസ് ചെയ്തു ബ്രോ. എവിടെയാണ്? ആരെ കൂടെ? ആ സ്റ്റെപ്പ് സ്പീഡിൽ ചവിട്ടണം. കുളിച്ചു അല്ലല്ല ജെ ചെയ്യാത്താണല്ലോ. നമ്മളിഞ്ഞ് വിളിക്കാൻ പോവാ. എന്റെ വൈബ് ബാത്റൂം ആട്ടോ. അതൊക്കെയാണ് ഇവിടെ കുളിക്കണ്ടേ. ഇവിടെ ലൈഫ് അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ, അത് പ്രകൃതിയാണ് നമുക്ക് തന്നുള്ളൂ. അതിലൊക്കെയാണ് ശരിക്കും കുളിക്കണ്ടേ. ഈവൻ ഈ വൈബില്ല. അതല്ലേ ഫോട്ടോ ഒന്നുമില്ല. ഫോട്ടോ അതും മനുഷ്യന്മാരുണ്ടാക്കിയ ഫോണ്. ആസ്വദിക്ക്. അതൊന്നും നോക്കല്ലേ. ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടപ്പോ ഞങ്ങളൊക്കെ ഫോൺ പിടിക്കണില്ലല്ലോ. കണ്ട വ്ളോഗ് മാത്രമേ ഉള്ളൂ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു. എടാ എന്റെ ഫോൺ എവിടെ? ഇന്റെ ഫോണോ? അല്ല എന്റെ ഫോൺ എവിടെ? നിന്റെ ഫോൺ ഇവിടെ ഉണ്ട്. ആടാ ഇജ്ജ് വരുമ്പോ എന്റെ ഫോൺ മച്ചാന്നൊക്കെ. അങ്ങനെ നടക്കാം. ആയിക്കോട്ടെ. അയ്യോ ഈ ചെരുപ്പ് അടിപൊളിയാണല്ലോ. നല്ല നല്ല കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അടിച്ചോണ്ട് പറ്റിന്റെ എന്താ പിടിക്കണ്ടി? എടാ ഞാൻ ചോദിക്കട്ടെ ഇത് ഇജ്ജ് മുമ്പ് എവിടെയെങ്കിലും കണ്ടിക്കണോ? ഓനുള്ള വിദ്യാഭ്യാസം ഫോട്ടോസ് അടിപൊളി. അതിങ്ങനെ ചെയ്യുന്ന കാര്യം മാറിക്കണ്ടേ ഒക്കെ മനസ്സിലായിക്കണു. ഇത് എവിടെയും കണ്ടില്ലേ? സ്കൂളിൽ കണ്ടിട്ടില്ല? ഇത് വേറെ എവിടെ കണ്ടിട്ടില്ല? എടാ അവന്റെ വേറെ എടാ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടോ, നോട്ട്ബുക്ക് വാങ്ങിയിട്ടില്ലോ. നോക്ക് എന്റെ പോസൊക്കെ കാണട്ടെ. 4 ആൾക്കാർ നോക്കട്ടെ. മിക്ക എനിക്ക് കുട്ടിയില്ലേ? എടാ എല്ലാരും ചോദിക്കുന്നുണ്ട് മിക്കി കുട്ടിയില്ലേ? ഇല്ല ഉറപ്പല്ലേ? കൺഫേം? ഉണ്ടെങ്കിലോ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലോ? കുട്ടിയില്ലെങ്കിൽ ഇല്ലല്ലേ? മച്ചാനെ ഇറങ്ങി ഒരു 10 ഫോട്ടോ കയ്യാ ലുക്കോ. കുളിക്കാൻ ലേറ്റ് പോണതിന് മുന്നേ വെള്ളത്തിൽ ചാടണം. ഫോട്ടോ എടുത്തേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. ഈ പോസ് നോക്ക്. ഈ നായ എന്തിനാ വെച്ച് സൈക്കോനെ അതിന് സൈക്ക് മാറണ്ടേ? ആ ഇപ്പൊ സെറ്റ്. അത് നോക്കാൻ പറയില്ല. അങ്ങനെ വീണെങ്കിൽ വീഴട്ടെ. അവിടെ പോയിട്ടോ. ഈ നൃത്തത്തിന് അത് കറക്റ്റാട്ടോ. അത് കറക്റ്റ് കാക്കാറ്. ലുക്ക് അന്നും ഇന്നും എന്നും മിക്കി തന്നെ. മിക്കി എന്തെങ്കിലും ചെയ്യൊന്ന് പെട്ടെന്ന് ആക്ക്. ചെയ്യണത് കുളിക്കാളാണ്. ചേർക്കണ്ട. ഫോട്ടോ സെറ്റ് ആയിട്ടോ. അടിപൊളി. നമുക്ക് ഇനി വീഡിയോ അത് കുഴപ്പമില്ല. ഓനക്ക് രസമില്ലാത്ത ഇന്നെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എടാ ഇവിടെ രസമില്ലടാ. അങ്ങനെ അതിന് മുമ്പ് അതെന്താ പിന്നെ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം കുട്ടിയില്ല. ഏതേലും മക്കളെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരും. ഓ എടാ എല്ലാവർക്കും അറിയാം കുട്ടിയില്ലാത്ത കാര്യം. എന്തിനാ ഈ പ്രായത്തിൽ തന്നെ കുട്ടി?
അവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോ. ഞാൻ ഇറങ്ങിയരാ സൂം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്ലോഡ് ആയ ഏറ്റവും കൂടുതൽ ഇടങ്ങാറുണ്ടാവുക മിക്കി കേൾക്കാറ്. വൈഡല്ലേ മിക്കി ഇറങ്ങി മിക്കി ഇൻസൾട്ട് ചെയ്തു. ഇറങ്ങിക്കോ, ഞാൻ വീഡിയോ എടുക്കണ്ടല്ലായിരുന്നു. ആകെ 500 ഫോളോവേഴ്സ് ഉണ്ട്, അതിൽ വരുന്ന സഹിച്ചു. എന്താണ് ഓന്റെ യൂട്യൂബിന്ന് അതൊക്കെ ഉണ്ടാവും. ഇതൊന്ന് നടന്നാ ഇത് നടക്കണോടത്തൊക്കെ ഫ്രെയിം തന്നെയാണ് ഇവിടെ. എല്ലായിടത്തും ഫോട്ടോ എടുത്തരാ. ഓന്റെ സ്വഭാവം ഇതാണ്. ഓന്റെ ഫോൺ എടുത്തൊക്കെ ഡിലീറ്റ് ആക്കും. പക്ഷെ മിക്ക അങ്ങനെ പറയെങ്കിലും മിക്ക ഇന്നവരെ ഡിലീറ്റ് ആക്കിയ ചരിത്രല്ലേ. ആടാ അവനാ അതിന്റെ പണി നടത്തണം. പോടാ അവിടുന്ന് തൽക്കാലം അവിടെ പോയിക്കും മിക്ക. ഞങ്ങൾ കുറച്ചു നേരം നമുക്ക് പോവാം. എന്നാ ശരി. അവിടെ നിന്ന് ഫോട്ടോ ഓനക്കൊരു ഫോട്ടോ തുറക്കട്ടെ. അല്ല എല്ലാ സ്ഥലത്തും എനിക്ക് ഫോട്ടോ ആണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ മൂലക്കിലും കൊണ്ടിരുത്തി ഫോട്ടോ എടുത്തു. അത് നോക്കണ്ട, അടിപൊളിയാണ്. അടിപൊളിയല്ലേ ഇത് ഫ്രെയിമാ. എടാ വീഡിയോ രസമുണ്ട്. പിന്നെ സോറി ഒന്ന് മാറി കൊടുത്താൽ എന്റെ പണി നോക്ക്. ഞാൻ എന്നിട്ടൊരു 10 രൂപ ഫോട്ടോ ഓരോ സ്ഥലം വെച്ചെടുക്കും. വ്ളോഗ് എടുത്തോട്ടെ. എന്താ അറിയോ, ഓന്റെ ആഗ്രഹം ചെയ്യട്ടെ. എന്റെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ അത് പോയിക്കോട്ടെ. എനിക്ക് 35 ആൾക്കാർ മതി. എടാ എത്ര 5 ആളുകളെങ്കിലും 5 ആൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. ഇത് ഞാൻ ഇറങ്ങണില്ല, ഞാൻ ആൾക്കാർക്ക് വേണ്ടിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടിട്ട് ഇറങ്ങണേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് ബീച്ചിൽ കുളിക്കാനാട്ടിയത്. പിന്നെ മെമ്മറീസിനും വേണ്ട ഞങ്ങൾ വ്ളോഗ് എടുക്കുന്നത്. സോറി ബീച്ചിൽ കുളിക്കണ്ട വെച്ചാലേ. മിക്കി ഇറങ്ങി, മിക്കി ചാട്. ഇറങ്ങില്ല മിക്കില്ല. വാടാ ഹായ്, where are you from? വായോ രസം സെറ്റ് ആക്കണം മോള് അല്ലേ. ഞാൻ ഷൂ ഊരി തരാം. അങ്ങനെയും ഇറങ്ങ്. ഇട്ടോ ഇട്ടോ കൈ ചോക്സ് ദൂരിക്കോ. വന്നതാ ഷൂരിതാ. ഇത് അഡ്വഞ്ചർ അല്ലല്ലോ, ഇത് സ്റ്റെപ്പ് ഇറങ്ങലല്ലേ ഉള്ളൂ. അന്നേക്കാളും ആൾക്കാർ ഇവിടെ കേറി ഇറങ്ങുന്നുണ്ട്. ഒരു ബുദ്ധിയില്ലാന്ന് പറയണേ. പിന്നെ എനിക്ക് എന്താ പ്രശ്നം? ട്രിപ്പ് പകരല്ലേ. ഇജ്ജ് വന്നേ. ഇജ്ജില്ലാണ്ട് ഞാനില്ല. ഇജ്ജില്ലാണ്ട് ഞാനില്ല. കുളിക്കാവൂ. ഇവിടെ ഇവിടെ സോപ്പൊക്കെ ഇട്ടല്ലേ കുളിക്കണേ. ഇജ്ജ് വന്നേ. സൺസെറ്റ് അതായ പോയാ ട്രിപ്പിന് വന്ന അങ്ങനത്തെ ഒരു മടിയൻ വിട്ടാ തീരും. ജമിക്ക അന്നെ തോളിയേറ്റി ആടെ ഇവിടെ നോക്കിക്കാൻ അവിടെ നോക്കിയാ മതി. എനിക്ക് ഇതൊക്കെ ഇതിനല്ലേ ട്രിപ്പ് എന്ന് വെച്ചാൽ ഇവന്റെ നേരത്തെ പറയാട്ടോ. നിങ്ങളെ സ്ഥലത്ത് വെച്ചേ ടാഗ് സ്റ്റോറി ഇട്ട് പിന്നെ മെൻഷനാക്കിയാൽ മതി. ഞാൻ റൂമിൽ തന്നെ ഇരിക്കും. എല്ലാ കൂട്ടത്തിലുണ്ടാവും ഇങ്ങനത്തെ എന്തൊരു മടിയനോ. ഇവരാണ് ബാലിന്റെ ഗ്രൂപ്പിൽ ഓരോ സ്ഥലത്തിന്റെ ബുക്ക് പോലും റീൽ എടുത്തിരുന്നത്. ഇവിടെ പോണം ഫോട്ടോ മതി. ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ, അതല്ല ഇത്രയും പൈസ മുടക്കി ട്രിപ്പിന്റെ ആവശ്യമില്ല എനിക്ക്. അതായത് ഇത് പോയിട്ട് AI ഇൻവെസ്റ്റ് ചെയ്യാം.
എല്ലാ സ്ഥലത്തുള്ള ഫോട്ടോ ഫോട്ടോ ഇല്ലേ അന്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഫ്രെയിം ഇട്ടാണെന്നുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല എയിലിട്ട് എടുത്താ മതി ഇതിപ്പോ അത് തമ്മിൽ ഓഡിയൻസിനെ പറ്റിച്ചേ ഇതിപ്പോ അന്നെ തന്നെ പറ്റിക്കേ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അന്റെ ബോഡിക്കും പാട്ടിട്ടാണ് ഇത് വരുന്നത് ഇത് ആ സ്റ്റെപ്പിന്റെ അടിക്ക് ഇറങ്ങിയ നമ്മ ടീമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഇജ് അനക്ക് അമ്പ നോക്കട്ടെ, നമ്മക്ക് അമ്പുണ്ട് ഇജ് ഇറങ്ങൂല്ലേ? വായോ സ്നേഹത്തോടെ ഞങ്ങള് വിളിക്കല്ലേ? വായ 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 വാ. ഡിമാൻഡ് അല്ലേ ഇന്റൊക്കെ എടാ ഈ ലുക്കിലുണ്ടല്ലോ ആ ഇന്ന് ഇന്റൊക്കെ ഫുഡ് ഇന്റൊക്കെ ഫുഡ് ആലോചിച്ച് നോക്ക്, ഈ ലുക്കിൽ ബീച്ചിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത സീനാവും. നമ്മളൊക്കെ ഇറങ്ങണേ, നമ്മളെ എന്റെ ആഗ്രഹത്തിന് ഇറങ്ങല്ലേ? ഓരൊക്കെ ഇറങ്ങി, ഒരു വൻ വൈബ്. ഒരു ആദ്യം ഓടി ഇറങ്ങി. ഓരൊക്കെ ഭയങ്കര എനർജി ഉള്ളതല്ലേ. ഈ എനർജിയാണ് വേണ്ടത്. എനർജി ഇല്ലല്ലോ. കാണിച്ചു കൊടുക്കുന്നത് ഇതെന്താ അരമണിക്കൂറോടെ കാത്തിക്കണേ മച്ചാനെ. ഓന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് മെല്ലെ വരുന്നുള്ളൂ. ട്രാഫിക് ജാം ഇങ്ങനെ. ഞാൻ ഇറങ്ങാൻ പോട്ടോ. ക്ഷമ മിക്കി ഹൗ ഒരു 4 ആൾക്കാരോടും പറ്റും, എന്നാലും കുറച്ചുകൂടി റെസ്റ്റ് എടുക്കാതൊക്കെ. അഡ്വഞ്ചർ എന്ത് ഷൂ ഇവിടെ ഇറങ്ങിക്കൂടെ അങ്ങനെ. ഫോൺ ഓഫ് ആയിരാച്ച്. അയ്യോ അല്ല ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാം? ഒരു ബീച്ചിൽ കുളിക്കാൻ പോവാനുള്ള കഷ്ടപ്പാടാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനൊരു നെഗറ്റീവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നെഗറ്റീവ് ഇറങ്ങി. എടാ അടുത്ത ട്രാഫിക് ജാം വരുന്നതിന് മുമ്പ് ഇറങ്ങ്. ഞാൻ ഇറങ്ങട്ടെ, അന്ന് ചോട്. ഇനിയിപ്പോ ഇനി വാങ്ങാൻ കാരണം എന്നാ ഈ ഇറങ്ങണ കാണിച്ചു കൊടുക്കാം. വേഗം ഇറങ്ങിട്ടോ. പക്ഷെ ക്ലോസോ വെറുതെ പറയാ പറ്റിക്കാൻ പറയാ. ബീച്ച് ഈസ് ക്ലോസ്. എടാ ഞാൻ വീഴുവന്ന് ഡൗട്ട്. മച്ചാനെ പോയി അച്ഛാ അതാണ് ബീച്ചിലെ കുളിക്കാം. മലയാളികളൊക്കെ കുറെ ഇതാണ്. ഇപ്രാവശ്യം ഒരു സീൻ സൺസെറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. ഇങ്ങനെയല്ല സ്റ്റെപ്പ്, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് സ്റ്റെപ്പ്. ഇവിടുന്ന് വീണാ വേ അടിയിലെത്തൂലേ? മിക്കേ ഇഷ്ടപ്പെട്ടോ? ഞാൻ വീണാലും ഫോൺ വീഴരുതെന്നാണ് എനിക്കുള്ള ഏക പരിഗണന. അല്ല, ഫോണിലുള്ള ഏക പരിഗണന. ഫുൾ നെഗറ്റീവ്. ഹായ് ഒരു ഹായ് പറഞ്ഞോ, അത് മതി. എടാ എന്തത്? അങ്ങോട്ട് നോക്കടാ. ഹായ് എങ്ങനെയാടാ ഇതെങ്ങനെ ഇറങ്ങാനാ? ഇറങ്ങനെ കറക്റ്റ് കുത്തനെ സാധനം. വെറുതെ അല്ലട്ടോ, നേരത്തെ പോയവർക്കൊന്നും ചെയ്യല്ല. വെറുതെ ഓ നോട്ട് ഈസി ബ്രദർ. ഓ അവിടെ പോയാണ്ടല്ലോ ഇങ്ങനെ റീൽ എടുക്കാം. ഓ കണ്ടോ മോളിന്ന് ഇറങ്ങാൻ പറ്റുവേ. ഒരുപാട് ഇറങ്ങി എന്താ വെച്ചാൽ സ്റ്റെപ്പൊന്നും ഇല്ല. എന്തൊക്കെ ഒരു വൈ കുറെ നമ്മൾ എത്താനായിന്. ഇനിയും കുറെ പോവാണ്ട്. യെസ് യു ആർ ഫ്രം കേരള ബ്രോ. കയ്യിൽ പിടിക്കാറില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാണോ? ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ബ്രദർ? ഓ ഓക്കെ. You know Malayalam? You like parota? You like parota? സാത്താർ
നിഹാൽ. ഒരു കയ്യിൽ ഫോണും ഒറ്റക്കൈയും പിടിച്ച് ഇറങ്ങണം. എന്ത് കുത്തനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് അറിയില്ല. ആശാന്റെ മുഖം നോക്കൂ. അയ്യോ, മുഖം തിരിച്ചു. നാമത്തെ അയ്യോ എന്താണ് ഇപ്പോ ബുദ്ധിക്ക് ഏതായാലും ഇതുവരെ എത്തിയില്ലേ? എന്തായാലും ഇറങ്ങി നോക്കാം. അല്ല, ഇങ്ങനെ കുത്തനെ ഇറങ്ങാണ്ടോ, അതാണ് ഏറ്റവും ടാസ്ക്. എന്താണ് മിക്കേ മിക്കേ എന്റെ കാല് സീനായി തുടങ്ങിയ ഡൗട്ട്. മുട്ടില്ലേ, മുട്ടുവേദന ഉണ്ട് എനിക്ക്. ഞാൻ അപ്പോഴും ഓർത്ത്. അപ്പൊ എന്താ കാട്ട് കേറാന്? ആ കേറണ സീനൊന്നുമില്ല. അല്ല, ഹെലികോപ്റ്റർ ഇതിലാ പോകണ്ട്. അതെന്തിനാ? ടാറ്റ കാണിക്കാനോ? ഒന്ന് പിടിച്ചാ അടിന്ന് വാങ്ങാം. ഒറ്റ കൈ കൊണ്ട് ഇറങ്ങി എടാ ബീച്ച് ക്ലോസ് ആണ്. ഈ നായ്ക്കൾക്ക് മുകളിൽ എഴുതി ഒട്ടിച്ചൂടെ? എനിക്ക് തോന്നുന്നു എഴുതിയാണ് ടൈം നമ്മൾ നോക്കിയില്ല. എടാ പിന്നെ ഈ എവിടേക്ക് ഇറങ്ങണേ? എന്തായാലും കുഴപ്പമില്ല, ഇവിടെ എത്തിയില്ലേ. എന്നിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് പോവാ. വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാന്ന്. ആ ഇറങ്ങച്ചു വാ. ഇങ്ങനൊക്കെ തന്നെയല്ലേ. എന്താണ് മോളിക്ക് പോവാന്ന്. എപ്പോ തുടങ്ങിയത്? റെസ്റ്റ് എടുക്കാൻ അവിടെ റെസ്റ്റ് എടുക്കായിരുന്നില്ലേ? അടി കുളിച്ചത്. ഒന്നുമില്ല, കുഴപ്പമില്ല. ഓ, എന്തൊരു സ്നേഹമാണ്. ഞാൻ ഓനിപ്പോ ഏറ്റവും സന്തോഷം ഓനക്കാ. അടിയിൽ കിട്ടരുത്. അടിയിൽ ക്ലോസ് ആയി എന്ന് കേട്ടപ്പോഴേ ഇടതുവരെ വന്നിട്ട് പിന്നെ എന്താ അർത്ഥമുള്ളത്? ഇത് പതിച്ച് പോണച്ചിട്ട് എങ്ങനെ റീലോ തേങ്ങയില്ല. എനിക്ക് റീലാ ഫോട്ടോ എന്താ ചേർത്തരാ മൈൻഡ് എങ്ങനെ സമ്മതിക്കണില്ല തിരിച്ചു പോവാൻ. ഞാൻ നേരത്തെ പറഞ്ഞേ. നേരത്തെ അപ്പൊ നിങ്ങൾ ഇറങ്ങണ മൈൻഡില്ലല്ലോ. അപ്പളും ഭൗതികരെ ഇറങ്ങിക്കണേ. അപ്പളും ഭൗതികരെ ഇറങ്ങിണേ. ഇത് അത് കാണിച്ചു. ആ മല നിക്കണ ഭാഗമാണ് ഇതിന്റെ പൗതി. കാണാൻ പറ്റില്ല. ഓ, അവിടുന്ന് ഇറങ്ങി ഒന്ന് നേരെ എടുക്ക്. എടാ, ഇതൊക്കെ ലൈഫിൽ കുറച്ച് റിസ്ക് എടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളില്. ഇതെന്താടാ മോനെ? എനിക്കിപ്പോ ആകെ പ്രശ്നം എന്താ വെച്ചാൽ എന്റെ ഷൂ ആണ്. ഇതിങ്ങനെ ഇടക്കിടക്ക് പറയണമെന്നില്ല, എനിക്കറിയാം. ഞാനൊരു ഓഡിയൻസിനെ അറിയും. പക്ഷെ ഇതിന്റെ ഓഡിയൻസിനെ പുച്ഛിച്ചു. ഇജ്ജ് പറഞ്ഞി ഇജ്ജ് എൻ്റെ ഒരു 400-300 ആൾക്കാരും ഉണ്ട്. അത് ഞാൻ പറയും. അയ്യോ, ഉണ്ടോ? 5 വയസ്സൊക്കെ ഉണ്ട്. ആ വെള്ളം വരാ, ഓടിക്കോ മോനെ. എടാ, ഞാനിങ്ങനെ എടാ മിക്കേ, ഇത് ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് നഷ്ടം. വീഡിയോ എടുക്ക്. എടാ മിക്ക സ്വീറ്റ് എടുത്താ അവിടെ വൃത്തി ഉണ്ടാവില്ല. അടിയെടുക്കാം. ഈ ഫോം പിടി. ഒറ്റ ഷോട്ടാ, കട്ട് ചെയ്യണ്ട. എടാ മിക്കേ, ഒരു വീഡിയോ എടുത്ത് തരുമോ? ഇങ്ങടുത്താ ഫോൺ താ. ഇന്റെ ഫോൺ താ. ഓൻ ആ വീഡിയോ ഫോണിലാ. സോറി. Guys, finally we reached it. എടുക്കോ? അത് കുറച്ച് പേടിയില്ലേ? എടുത്തോ.
ആ 1x എന്നിട്ട് വൈഡാക്കിയാ മതി. ഓ അല്ല പൊളി മൂട്. മുതലായോ എടാ ഏതാ വീയു അനക്കം തോന്നല് മൈൻഡില് മുണ്ടരുതെന്ന്. ഇജേ ഞാനൊരു കാര്യം പറയട്ടെ, ഇജ് കുളിക്കരുത് കേട്ടോ. ഇജ് കണ്ടിക്ക നമുക്ക് കുളിക്കാം, നമുക്ക് സമയമില്ല. അത് പിടിച്ചാ വീഡിയോ എടുത്താൽ അല്ല എനിക്ക് റീലിടാണ്ട് ഇത് പണിയെടുക്കണം തിന്നണം. പടി സദർ ബ്രോ ബ്രോ സദർ സൂപ്പർ. പിന്നെ ഇതാണ് കേട്ടോ ബാലി വരുമ്പോ എല്ലാരും കാണുന്ന അദീപ്. ഞാൻ കയറി വന്നത് അതിന്റെ മേലോ. സൈക്കിൾ ഷൂ ഒക്കെ ഊരി ഒറ്റക്കാൽമതാ കളിച്ചോണ്ടിരിക്കാണ്. ഹായ് ഗൈസ്. ഞാനേ കുറച്ചൊരു ഊഞ്ഞാൽമരിക്കാം, നിങ്ങൾ അടിക്കോ. ആട്ടിക്ക് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് സൈക്കോന്റെ റങ്ക്. യഥാർത്ഥ ട്രാവലറാട്ടോ. മണാലി കഴിഞ്ഞാൽ പിന്നെ സൈക്കോ ട്രാവലറാണ്. എന്ത് ഞാനോ? അല്ല ഞാൻ സംസാരിക്കുമ്പോൾ ലാഗ് വരും. ഞാൻ ജാസിക്ക് പതുക്കെ സംസാരിക്കും. ലാഗ് സ്റ്റാൻഡേർഡിലെ ആൾക്കാർ അത് വിഷയം. ഒന്ന് സ്റ്റാൻഡേർഡിന് പൊട്ടിയ ജയറക്കേറ്റാണ്. പിന്നെന്താ ചെയ്യാ? ഇഞ്ചയിലെടുക്കണ്ടേ? വെള്ളത്തിക്കോ? ബ്രോ ബ്രോ എടാ ലൈറ്റിങ് പോകുമ്പോ ഒരു വീഡിയോ എടുത്ത് തട്ടിയാ ഞാനാ. പിന്നെ നിങ്ങൾ ഇറങ്ങണ്ടോ ഉണ്ടോ?